നമ്മുടെ പൂത്തിരിയാണ് കേട്ടാ. അവള് ഇന്നലെ മിഞ്ഞാന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് സ്റ്റീൽ റോഡ് അപ്പൊ ഇന്ന് ഊരിയെടുത്ത്. ഇനി അവള് മരുന്ന് അപ്ലൈ ചെയ്യാനുണ്ട്, 2 നേരം മരുന്ന് കൊടുക്കാനുണ്ട്, ഭക്ഷണം ശേഷം കൊടുക്കാനുള്ളതാണ്. നിക്ക് നിക്ക്. അതിനൊരു ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് എടുക്ക് പൂത്തിരി, നല്ല കുട്ടിയില്ലേ, ഷുട്ടി കുട്ടി. പ്രിയരെ, ഇത് നമ്മൾ വീട്ടിൽ പരിചരിക്കുന്ന കേട്ടാ, നമ്മുടെ വീട്ടിലെ പരിചരണമാണിത്. ഇത് റാണിയാണ് കേട്ടോ. റാണിക്ക് സ്കിൻ ഡിസീസ് ആണ്. നമ്മൾ ചങ്ങനകുളത്ത് നിന്ന് റെസ്ക്യൂ ചെയ്തായിരുന്നു, മുറിവുകളൊക്കെ ആയിട്ട്. മുറിവൊക്കെ ഉണങ്ങി, പക്ഷെ അവളുടെ ഡിസീസ് ഒക്കെ പുറത്തേക്ക് വന്നു. ഇവർക്ക് പാരമ്പര്യമായിട്ടുള്ളതാ. ഇവളെ തലമുറയിൽപ്പെട്ട മറ്റേ ഗ്യാങ്ങിൽപ്പെട്ട ഡോഗ്സിനൊക്കെ കുറച്ച് ആളുകൾക്ക് ഇവളെടുത്ത സ്ഥലത്ത് തന്നെ അവർക്ക് സ്കിൻ ഡിസീസ് ഉണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി അവളുടെ പാരമ്പര്യപ്പെട്ട തലമുറയ്ക്കൊക്കെ ഇതുണ്ട്, അവളുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ. അപ്പൊ അവരിൽ നിന്ന് ആ ജന്മന കിട്ടിയ സംഭവമാണ് ഇതെന്ന് മനസ്സിലായി. ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നില്ല, വലുപ്പത്തിലാണ് ഇപ്പൊ വളർന്നു വരുമ്പോഴാണ് പുറത്തേക്ക് വന്നത്. എന്തായാലും മരുന്നൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ മാണിക്കണം കേട്ടോ. മാണിക്കിന്റെ 2 കാലും കട്ടായതാണ്. ഒരു കാലം നേരത്തെ അറ്റുപോയതാണ്, പിന്നെ മുൻകാലം ഇപ്പൊ അടുത്തൊന്നും നമ്മൾ ആംബിറ്റ് ചെയ്തിട്ട് വന്നു. അപ്പൊ നന്നായി ഡ്രസ്സ് ചെയ്യണം. ഈ കാല് പാവം നിലത്ത് കുത്തിയിട്ടാണ് അവൻ അപ്പിടാൻ മൂത്രമൊഴിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് നിലത്ത് വരതി മുറിവ് വീണ്ടും വലുതാവാതിരിക്കാൻ നല്ല പഞ്ഞി വെച്ചിട്ട്, നല്ല കട്ടിയിൽ പഞ്ഞി വെച്ചിട്ട് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് നമ്മൾ നിത്യേന ചെയ്യണം. അത് എത്ര നാളെന്ന് അറിയില്ല. മുറിവ് ഉണങ്ങിയ സ്കിന്ന് കൂടി വരുന്നവരെ, ഓക്കെ ആവുന്നവരെ നമ്മൾ ഡ്രസ്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇത് ഇപ്പൊ നമ്മൾ പരിചരിക്കുന്ന 3 ആൾ. ഇനി കൂട്ടിൽ 2 ആളുണ്ട് കേട്ടോ, ബാസിയും ലോലിതനും. അവരെ മുറിവ് ഏകദേശം ഉണങ്ങി വരുന്നു. അവര് മരുന്ന് വെക്കണം, പിന്നെ കൂട് ക്ലീൻ ചെയ്യണം. ഇതൊക്കെയാണ് നമ്മൾ രാവിലത്തെ നമ്മളെ വീട്ടിൽ പരിചരണം, രാവിലെ മുതൽ തുടങ്ങുന്ന കാര്യങ്ങൾ. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തോട്ട് പോകുന്നത്, പുറത്തെ കേസുകൾ നോക്കുന്നത്. എന്താണെങ്കിലും എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. നിങ്ങൾ എന്റെ കൂടെ ഒരു സപ്പോർട്ടായുള്ളത് കൊണ്ട് ഒത്തിരി നന്ദി. എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാവട്ടെ കേട്ടോ.